ഭാവിയിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ. നമസ്കാരം. ഫാക്ട് ഹൈസ്കൂൾ ചരിത്രത്തിലേക്ക്. അടുത്ത തലമുറയെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മിക്കുവാൻ സ്മൃതി പർവം പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഒപ്പം 1960 MK നായരാൽ സ്ഥാപിതമായ മഹാവിദ്യാഭ്യാസ സമുച്ചയം ചില സാങ്കേതിക ജീർണോദ്ധാരണം മൂലം അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയ സ്മൃതി പർവത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. സ്കൂൾ തിരിച്ചു പിടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അലുമിനി ഭാരവാഹികൾ ചർച്ച ചെയ്യുകയും കമ്പനിയുടെ തീരുമാനങ്ങൾ, ഇടപെടലുകൾ എന്നിവ സാഗൂതം ശ്രവിക്കുകയും സ്കൂളിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുത്ത് പുതിയ അധ്യയനം നടത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുമെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതിനുമപ്പുറം അസോസിയേഷന്റെ ഒരു ഡ്രീം പദ്ധതിയാണ് ഫീനിക്സ് എന്ന പേരിൽ 10 കോടി രൂപയുടെ അത്യാധുനിക സംവിധാനത്തോടെ ശാന്തസുന്ദരമായ പെരിയാറിന്റെ തീരത്ത് റിസോർട്ട് നിർമ്മിക്കുവാൻ ഒരുങ്ങുകയാണ്. വിശദീകരണവുമായി നേതാക്കളായ ശ്രീ അനിരുദ്ധൻ, ശ്രീ നസീർ, ശ്രീമതി ഗീതാമോഹൻ തുടങ്ങിയവർ ചാനലിനൊപ്പം ചേരുന്നു. FACറ്റിലെ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധികൾ ചേർന്നിട്ട് സൊസൈറ്റി രൂപീകരിച്ചിട്ടാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾ കുറഞ്ഞതുകൊണ്ടും അതിൻ്റെ സാമ്പത്തിക കാരണം കമ്പനിക്ക് ഒരു 6 ലക്ഷം രൂപ വർഷം വാടക കൊടുത്തിട്ടാണ് സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ സ്കൂൾ നടത്തിപ്പിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളും കാര്യങ്ങളും നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അലുമിനി അസോസിയേഷന് എന്ത് സാധിക്കും എന്നുള്ള ചിന്തയിൽ നിന്ന് എനിക്ക് തോന്നിയതാണ്. അലുമിനി നിലവിൽ സംഘടന എന്ന നിലയിലുണ്ടെങ്കിലും അത് രജിസ്റ്റേർഡ് സംഘടനയായിരുന്നില്ല. അപ്പോൾ ആ സംഘടന ആദ്യം രജിസ്റ്റർ ചെയ്ത് അതിനൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി ഉണ്ടാക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഈ ഫാക്ട് ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ, അതായത് 1960 തൊട്ട് ഈ കഴിഞ്ഞ വർഷം വരെ പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒന്ന് ഒരുമിപ്പിച്ചുകൊണ്ട് കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അലുമിനി ഒന്ന് ശക്തിപ്പെടുത്തുക. അലുമിനി ശക്തിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിനെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് കരുതലാണ്. അപ്പോൾ സ്കൂള് ഇപ്പോൾ അടച്ചിട്ടേക്കാണല്ലോ, അതിനെ കുറിച്ചാണ് നമുക്ക് ഈ അലുമിനി അസോസിയേഷൻ അത് ഏറ്റെടുത്ത് നടത്താൻ പറ്റില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. അലുമിനി അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ ഇതൊരു പൊതുമേഖലയുടെ കീഴിലാണ്, കേന്ദ്ര പൊതുമേഖലയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അതിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. അങ്ങനെ വെറുതെ നമുക്കൊരു പെട്ടിക്കട കൈമാറുന്ന പോലെ എടുത്ത് തരാൻ പറ്റില്ല. സ്പോർട്സ് ഈവെന്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ താരങ്ങളാണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ നമ്മളുടെ മാർച്ച് പാസ്റ്റ് എല്ലാം വളരെ ഭംഗിയായിരുന്നു. നമ്മളുടെ പഴയകാല ഓർമ്മകൾ അയവിറക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ അടുത്ത പ്രോജക്റ്റാണ്, വലിയൊരു പ്രോജക്റ്റാണ് വരുന്നത്. അത് ഡ്രീം പ്രോജക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഒരു വലിയൊരു ക്ലബ്ബാണ്. അത് 10 കോടി രൂപയുടെ പ്രോജക്റ്റിൽ നമ്മളുടെ ആലുവ പെരിയാറിന് തീരത്തായിട്ടാണ് വരുന്നത്. അതിൽ എല്ലാ ഫെസിലിറ്റിയും ആ ക്ലബിൽ ഉണ്ടാവും. നമ്മളുടെ എൻജോയ് ചെയ്യാനുള്ളത് സ്പോർട്സ് ഈവെൻറ്റിൻ്റെ ആയിരിക്കും, അതേപോലെ താമസിക്കാനുള്ളത്. അങ്ങനെ വലിയൊരു ബൃഹത്തായ വലിയൊരു പ്രോജക്റ്റാണ്. എനിവേ അതാണ് അടുത്ത പ്രോജക്റ്റ്. എല്ലാവരുടെയും സപ്പോർട്ട് അതിലേക്ക് വേണം. താങ്ക് യു. സ്വീകരിക്കാനുള്ള പ്രചോദനം ഓരോ ഭാരവാഹികൾക്കും തോന്നാനുള്ള കാരണം ഈ സ്കൂള് തന്നെയാണ്. ഈ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും തന്നേക്കുന്ന അനുഭവങ്ങൾ, നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കാലിബർ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഈ സ്കൂളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഞങ്ങൾക്ക് നല്ല നല്ല ടീച്ചേഴ്സിൻ്റെ ശിക്ഷണത്തിലൂടെ സ്പോർട്സ് മേഖലയിലാണെങ്കിലും കലാമേഖലയിലാണെങ്കിലും സുഗന്ധ ടീച്ചറും ചന്ദ്രിക ടീച്ചറും ഹൈദരാലി സാറും ഒക്കെ നമുക്ക് കലാപരമായിട്ട് തന്നേക്കുന്ന ആ ഒരു അവസ്ഥ അത് ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ കലാമണ്ഡലം കരുണാകരനാശാൻ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അനുഭവ പാഠവമാണ് അദ്ദേഹം ഇവിടെയുള്ള സ്റ്റുഡൻസിനൊക്കെ നൽകിയതും. ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്, ഈ കൂട്ടായ്മയിൽ ഞാൻ കൂടി നിൽക്കാമെന്ന് വിചാരിച്ചതും എന്നെ ഞാനാക്കിയ സ്കൂള് ഇനിയും മുന്നോട്ട് ഉള്ള തലമുറയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ അത് വന്നു ചേരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നിൽക്കാനായിട്ട് എനിക്ക് ഭാരവാഹിയാകാനുള്ള ഒരു അവസരം ഇതിൻ്റെ ചെയർമാനും സെക്രട്ടറിയൊക്കെ തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനിയും ഈ സ്കൂൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മരിക്കുന്നത് വരെ ഈ സ്കൂളിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഞാൻ മുന്നോട്ട്. ഇതിലൊരു വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ സ്കൂള് അടച്ചുപൂട്ടി എന്നുള്ളൊരു വാർത്തയാണ്, ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അലുമിനി അസോസിയേഷൻ അതിനെ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വന്നിട്ടില്ല. ബട്ട് എനിക്ക് തോന്നണു ആരും വെറുതെ ഇരിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എനിക്ക് അത്രേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു ആധികാരികമായ ഡിസ്കഷനിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക എന്നുള്ളൊരു ഇതായിരുന്നു നമ്മളുടെ ലക്ഷ്യം. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഈ സ്കൂളായിട്ട് തന്നെ സ്റ്റേറ്റ് സിലബസിലുള്ള ഈ സ്കൂളായിട്ട് തന്നെ നിലനിർത്തണം എന്ന ആഗ്രഹക്കാരാണ് ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നവർ എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ സ്കൂളും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വിദ്യാർത്ഥികളും 1960 ശേഷമുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ ഒരു അലുമിനി അസോസിയേഷൻ രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണെന്നാണ് നാം അനുമാനിക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഫാക്ട് ഹൈസ്കൂൾ അലുമിനി അസോസിയേഷൻ നടത്തിയ സ്മൃതി പർവം പരിപാടിയിൽ സഹകരിച്ച് സഹായിച്ച എല്ലാവർക്കും ജെ ടൈംസ് ന്യൂസിൻ്റെ സ്കൂൾ തിരുമുറ്റം പരിപാടിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ.